അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരിമാരെ, പഠിതാക്കളെ, അൽ ലത്തീഫ് അള്ളാഹുവിൻ്റെ മറ്റൊരു തിരുനാമത്തെ സംബന്ധിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. അൽ ലത്തീഫ് എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിന് രണ്ടു ആശയങ്ങളുണ്ട്. ഒന്നാമത്തെ ആശയം സൂക്ഷ്മജ്ഞാനി, രഹസ്യങ്ങളും നിഗൂഢതകളും ഗോപ്യമായവയും സസൂക്ഷ്മം അറിയുന്നവൻ. രണ്ടാമത്തെ ആശയം അടിയാറുകൾ, അള്ളാഹുവിൻ്റെ അടിമകൾ അറിയാത്ത വിധം അവർക്ക് ഗുണകരമായത് അവരിലേക്ക് എത്തിച്ചുകൊണ്ട് അവരോട് ആർദ്രത കാണിക്കുന്നവൻ. ഇമാം അൽ ഖത്താബി റഹിമഹുല്ലാഹ് പറയുന്നു, ദാസന്മാർ അറിയാത്ത വിധം അവരോട് കനിയുകയും അവർ നനക്കാത്ത വിധം അവർക്കുള്ള നന്മകൾ ഒരുക്കുകയും ചെയ്തുകൊണ്ട് അവരോട് അൽ ബർറ് പുണ്യം ചെയ്യുന്നവനാകുന്നു അൽ ലത്തീഫ്. സൂറത്തുൽ ലുഖ്മാനിലെ 16-ാമത്തെ വചനം, ഇന്നല്ലാഹ ലത്തീഫുൻ, തീർച്ചയായും അള്ളാഹു ലത്തീഫാവുന്നു. ഈ ആയത്തിന് ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് കൊടുക്കുന്നൊരു വിശദീകരണമുണ്ട്. അള്ളാഹു ലത്തീഫാവുന്നു എന്ന് പറഞ്ഞാൽ അഥവാ യാതൊരു മറഞ്ഞ കാര്യവും അവന് മറഞ്ഞു പോകില്ല എന്ന് മാത്രമല്ല, എല്ലാ ഗോപ്യമായതിലേക്കും അവൻ്റെ അറിവ് എത്തുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ 7 സ്ഥലങ്ങളിൽ അള്ളാഹുവിന് അൽ ലത്തീഫ് എന്ന നാമം വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു, രഹസ്യങ്ങളും നിഗൂഢതകളും ഗോപ്യമായവയും സസൂക്ഷ്മം അറിയുന്നവനാണ് അള്ളാഹു എന്നുള്ളത്. ആ ഒരു വിശദീകരണത്തിന് അള്ളാഹുവിൻ്റെ ഇസ്മായിട്ട് വന്നിട്ടുള്ളത് അൽ ഖബീർ എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു നാമമാണ്. ആ അൽ ഖബീർ എന്ന തിരുനാമത്തിൻ്റെ ആശയവും കൂടിയാണ് അൽ ലത്തീഫിനുള്ളത്. വഹുവ ലത്തീഫുൽ ഖബീർ അൽ അൻആമിലെ 103-ാമത്തെ ആയത്താണ്. അവൻ സൂക്ഷ്മനായുള്ളവനത്രേ, സൂക്ഷ്മജ്ഞാനിയുമത്രേ. അൽ ഹജ്ജിലെ 63-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ലത്തീഫുൻ ഖബീർ, അള്ളാഹു സസൂക്ഷ്മനും സൂക്ഷ്മജ്ഞാനിയുമാവുന്നു. നമുക്കറിയാം, യൂസുഫ് നബി അലൈഹി സ്വലാമിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പടച്ചതമ്പുരാൻ നൽകിയ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ അനുഗ്രഹങ്ങളെല്ലാം അവരാരും വിചാരിക്കാത്ത രൂപത്തിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവരിലേക്ക് എത്തിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറ യൂസുഫിലെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ. ഈ അനുഗ്രഹങ്ങളെല്ലാം എണ്ണിയ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞതായിട്ടാണ് അള്ളാഹു ഈ ഒരു ആയത്ത് അവിടെ ഉദ്ധരിക്കുന്നത്. തീർച്ചയായും എൻ്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി നിയന്ത്രിക്കുന്നവനത്രേ. മാത്രമല്ല, അടിയാറുകൾക്ക് ഉപജീവനം നൽകുന്ന വിഷയത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു ലത്തീഫുൻ ബിഇബാദിഹി യർസുഖു മയശാ. സൂറത്ത് ഷൂറയിലെ 19-ാമത്തെ ആയത്താണ്. അള്ളാഹു തൻ്റെ ദാസന്മാരോട് കനിവുള്ളവനാകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട 2-3 കാര്യങ്ങൾ, അൽ ലത്തീഫ് എന്നത് വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെല്ലാം അറിയുന്നവനാണ്. അവൻ്റെ അടിയാറുകൾക്ക് അവൻ അറിയാത്ത വിധം അവരിലേക്ക് അവർക്ക് ആവശ്യമുള്ള ഗുണങ്ങളെല്ലാം എത്തിക്കുന്നവനാണ്. അതിൻ്റെ കൂടെ തന്നെ അൽ ഖബീർ, രഹസ്യങ്ങളും നിഗൂഢതകളും ഗോപ്യമായവയും സസൂക്ഷ്മം അറിയുന്നവനാണ് അള്ളാഹു എന്ന ആ ഇസ്മിനെ അൽ ഖബീറിനെ കുറിക്കുന്ന അതിൻ്റെ അർത്ഥവും കൂടി അൽ ലത്തീഫിനുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. കാര്യങ്ങളെല്ലാം പഠിച്ച് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ പഠിച്ചവൻ നമുക്കെല്ലാവർക്കും അവൻ്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.